ഇടയ്ക്ക് കരുണയുടെ അച്ഛനെ വിളിച്ചിരുന്നു. നിന്റെ അച്ഛനോട് അഡ്മിറ്റ് ചെയ്തിരിക്കല്ലേ, നമുക്ക് പോയി കണ്ടിട്ട്. അങ്ങേർക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന്. അവന്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്നൊന്നും പറഞ്ഞോട്ടെ. ഇനി കൊന്നത് എന്റെ അച്ഛനായിരിക്കും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുത്തി പ്രൊമോയിൽ അത് സംഭവിക്കുന്നു. നമ്മുടെ പ്രതാപൻ കണ്ണനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുകയാണ് ആ സത്യങ്ങൾ അറിയിക്കാൻ വേണ്ടി. അപ്പൊ ഈ കണ്ണനെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയുമ്പോ തന്നെ നമ്മുടെ മുത്തശ്ശി ഫോണൊക്കെ മേടിച്ച് വെക്കുന്നുണ്ടേ. എന്നിട്ട് വാമദേവനെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. എടാ, ആ കണ്ണനെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുക. മിക്കവാറും ആ കണ്ണന്റെ അച്ഛനെ കൊന്നത് അവനാണെന്നും അതിന് പൈസ കൊടുത്തത് നീയാണെന്നുള്ളതൊക്കെ സത്യങ്ങൾ അവൻ പ്രതാപം വിളിച്ചു പറയും എന്നൊക്കെ നമ്മുടെ വാമദേവന്റെ അടുത്ത് പറയുവാണേ. കണ്ണനാണെങ്കിൽ പ്രതാപം പറഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പോണ വഴി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, തന്റെ രണ്ടാനച്ഛൻ എന്നെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയണോന്ന് പറയുന്നു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപാട് നമ്മുടെ മഹാലക്ഷ്മിക്കും കാറ്റുപോയിട്ടോ. മഹാലക്ഷ്മിയും ആകെ ഞെട്ടി തകർന്ന് നിൽക്കുവാണ്. അതെന്തായാലും പ്രതാപൻ തന്റെ രണ്ടാനച്ഛൻ ആ സത്യങ്ങൾ വെളിപ്പെടുത്താൻ തന്നെയാണ് വിളിപ്പിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുവാണേ. അപ്പുറത്താണെങ്കിലും നമ്മുടെ ഉണ്ണി കരുണയോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ആരൊക്കെയോ കൊന്നു കൊല വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് കൂകി നടക്കുന്നുണ്ടല്ലോ, ഇനി എന്റെ അച്ഛനെങ്ങാനും ആണോ അയാൾ കൊന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കരുണയും അവിടെ ഷോക്കേറ്റ പോലെ നിൽക്കുന്നുണ്ട്. ഇനി ഉണ്ണിയും സത്യങ്ങൾ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയും ഇല്ലല്ലോ. ലാസ്റ്റ് നമ്മുടെ കണ്ണൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മഹാലക്ഷ്മി കണ്ണൻ അനന്തുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു രംഗവും നമ്മുടെ പ്രൊമോയ്ക്കൊടുവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി അവിടുത്തെ കണ്ണന്റെ പ്രതികരണമാണ് നമുക്ക് അറിയേണ്ടതല്ലേ. കാത്തിരിക്കട്ടെ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.